ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2024 ഓഗസ്റ്റ് 19 ഒരു തിങ്കളാഴ്ചയാണ്. ഒരു ആഴ്ചയുടെ തുടക്കമാണ്. കൂടാതെ നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെയും BSE ബാങ്ക് എക്സിൻ്റെയും എക്സ്പയറി ദിവസം കൂടിയാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പ്രധാന ഹൈലൈറ്റ്സിൽ പറയാനുള്ളത്, നിഫ്റ്റി 24,500 മുകളിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊരു മുകളിലോട്ടുള്ള ഒരു റാലിക്കുള്ള സൂചനയാണ് നൽകുന്നത് എന്നാണ് എക്സ്പേർട്ടുകൾ പറഞ്ഞത്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. ഇന്ന് സ്റ്റോക്സ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ കോൾട്ടെ പാട്ടീൽ, ഓൾ സെക്ടെക്, DCX സിസ്റ്റംസ്, ക്യാപ്ലിംഗ് പോയിന്റ്, ടെക്നോ ഇലക്ട്രിക്, ഇത്രയും സ്റ്റോക്കുകളാണ് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഇന്ന് ഫോക്കസിലായിട്ട് വന്നിട്ടുള്ളത്. ദെൻ നമുക്ക് ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു US മാർക്കറ്റ് ക്ലോസിങ് ഗ്രീനിലാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് സാധാരണയായി കണ്ടുവരാറുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു റെസ്പോൺസാണ്. എന്നാലും DAX 139 പോയിൻറ്റ് അഥവാ 0.77% ഒരു നല്ല സൂപ്പർ ക്ലോസിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഗ്രീനിൽ. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ഹാങ്സങ്ങും ചൈനീസ് മാർക്കറ്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളതെല്ലാം തന്നെ റെഡിലാണ്. ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ട്രേഡിംഗ് ഡേ ക്ലോസ് ചെയ്തത് 24,590 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 24,710. അതായത് 120 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്ന് സ്വാഭാവികമായിട്ടും ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി മാർക്കറ്റ് തിരിച്ചിറങ്ങി വരുന്ന ഒരു പ്രതിഭാസമാണ് അറ്റ് ദ മൊമെൻറ്റ്. ഇപ്പോൾ 7:30 മണി ആയിട്ടില്ല, അതിന് മുൻപെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി തിരിച്ച് വന്ന് യെസ്റ്റർഡേ ഹൈ ടച്ച് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് തന്നെ കയറി പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഓപ്പണായ സ്ഥലത്ത് നിന്നും 41 പോയിൻറ്റ് താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഏകദേശം 70 പോയിൻറ്റോളം അല്ലെങ്കിൽ 75 പോയിൻറ്റോളം മുകളിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. സോ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഇതേ പ്രതിഭാസം കാണിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ നമുക്ക് ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ മെഷീനറി ഓർഡേഴ്സ് ഇയർ ഓൺ ഇയർ, US CB ലീഡിംഗ് ഇൻഡെക്സ്, ഈ രണ്ട് ഗ്ലോബൽ ഡാറ്റയാണ് ഇന്ന് റിലീസാകാനുള്ളത്. അധികമൊന്നും അപ്ഡേറ്റ്സ് ഇല്ല ഇന്നത്തേക്ക്. റിസൾട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ പേരുകൾ ലിസ്റ്റ് ഒന്നും തന്നെ ഇതുവരെയും അപ്ഡേറ്റ് ആയിട്ടില്ല ഇന്നത്തേക്കുള്ളത്. സോ നോക്കാം. ദെൻ നമുക്ക് FNO ബാനിലേക്ക് പോവുകയാണെങ്കിൽ ദെൻ സൺ TV, ABFRL, സെയിൽ, ബന്ധൻ ബാങ്ക്, RBL ബാങ്ക്, ബയോകോൺ, PNB, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, PEL, TNFC, NMDC, ഗ്രാന്യൂൾസ്, മണപ്പുറം ഫിനാൻസ്, ഇന്ത്യ സിമെൻറ്റ്, LIC ഹൗസിംഗ് ഫിനാൻസ്, ഇന്ത്യ മാർട്ട്, ഇങ്ങനെ ഈ 17 സ്റ്റോക്കുകളാണ് FNO ബാനിൽ ഇന്ന് വന്നിട്ടുള്ളത്. കാരണം FNO ബാനിൽ വരുന്ന സ്റ്റോക്കുകൾ സ്റ്റോക്ക് ട്രേഡിങ്ങുമായിട്ട് നേരിട്ട് ബന്ധമില്ല, ഓപ്ഷൻ ട്രേഡിങ്ങുമായിട്ടാണ് അത് കണക്റ്റഡ് ആയിരിക്കുന്നത്. ഇത്രയും സ്റ്റോക്കുകളുടെ ഓപ്ഷൻസോ ഫീച്ചേഴ്സോ ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് FNO ബാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 766 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,606 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അങ്ങനെ 3,372 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ സംഭവിച്ചത്. ഈ മാസം ഓഗസ്റ്റ് മാസത്തിൽ ഇതുവരെയായിട്ട് 28,976 കോടിയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത്. 34,060 കോടിയുടെ ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത്. അതുവഴി 5,083 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇതുവരെയായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. ദെൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 24,335 ഓപ്പണായിട്ട് 206 പോയിൻറ്റ് ലാഭത്തോടു കൂടി 24,541 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിക്ക് 238 പോയിൻറ്റിൻ്റെ ഒരു ഗെയിനാണ് ഉണ്ടായത്. അതേസമയത്ത് ഈ മാസം ഓഗസ്റ്റ് മാസത്തിൽ നോക്കുകയാണെങ്കിൽ 490 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ നാരോ CPR ആയിരുന്നു, അതുപോലെ പ്രൈസ് ആക്ഷൻ അതിന് ക്രോസ് ചെയ്തിട്ടില്ല, അതായത് വെർജിൻ CPR ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ലൊരു മൂവ്മെൻറ്റാണ് അത് സൂചിപ്പിക്കുന്നത്, നല്ലൊരു ഹൈ മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ഇതിന് പ്രസക്തിയൊന്നുമില്ല. ഇന്ന് നോർമൽ CPR ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നാരോ CPR വിത്ത് വെർജിൻ CPR ആണ് വന്നത്. ഇന്ന് നോർമൽ CPR ആണ്. സോ ഹോപ്പ്ഫുള്ളി നമുക്ക് ഇന്ന് CPRനെ ടച്ച് ചെയ്യുന്ന ഒരു പ്രൈസ് ആക്ഷൻ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും കാണാൻ പോകുന്നത്.
ദെൻ ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ആകാൻ പോകുന്നത് 14.4-ലാണ്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1.19 ആണ്. ഇത് ക്ലിയർലി നമ്മൾ മീറ്റർ കാണുന്നില്ല, ക്ലിയർലി ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. 25,000-ൽ 1,09,00,000 കോൾ റേറ്റിംഗ് ഉണ്ട്, അതാണ് ഹയസ്റ്റ്. 24,500-ൽ 82 ലക്ഷം പുട്ട് റേറ്റിംഗ് ഉണ്ട്, അതാണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത്. എന്തായാലും ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം 383 പോയിന്റിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കി. ഫിൻ നിഫ്റ്റി 201 പോയിന്റിൻ്റെ മുന്നേറ്റത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 681 പോയിന്റിൻ്റെ മുന്നേറ്റത്തിൽ ക്ലോസ് ചെയ്തു. അതേപോലെ മിഡ് ക്യാപ്പ് 100 പോയിന്റിൻ്റെ മുന്നേറ്റത്തിൽ ക്ലോസ് ചെയ്തു. എന്തായാലും മികച്ച ഒരു മുന്നേറ്റമാണ് മാർക്കറ്റ് കാഴ്ചവെച്ചിട്ടുള്ളത്. ദെൻ നമുക്ക് ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഇന്ന് 2 എക്സ്പയറി ആണുള്ളത്. ഒന്ന് ബാങ്ക് എക്സിൻ്റെ എക്സ്പയറിയും മറ്റൊന്ന് മിഡ് ക്യാപ്പിൻ്റെയാണ്. അപ്പോൾ ബാങ്ക് എക്സിൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് എക്സ് ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് 58.07, അതായത് 58,000 ടച്ച് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ ഡേ ഹൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ലോവർ സൈഡിൽ 57,195 വരെയും പോയേക്കാം. 57,200 റൗണ്ടായി പറയുകയാണെങ്കിൽ. അപ്പോൾ 58,100-ഉം 57,200-ൻ്റെ ഇടയിലുള്ള ഒരു റേഞ്ചിലാണ് ട്രേഡ് നടക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇന്നലത്തെ റേഞ്ചുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലത്തെ ഡേ ഹൈയിൽ നിന്നും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്നാണ് റാസ്ലോ വെൽസ് പറയുന്നത്. അതുപോലെ ഇന്നലത്തെ ഡേ ലോയിൽ നിന്നും ഇന്ന് കുറേ മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രൈസ് ആക്ഷൻ ഇന്നത്തെ നോട്ട് സോണിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. സോ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ രീതിയിൽ ഈ ഭാഗത്തൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ തിരിച്ച് സ്വാഭാവികമായിട്ടും നോട്ട് സോൺ വരെയും ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതിനകത്തൊരു സപ്പോർട്ട് എടുക്കാൻ ചാൻസുള്ള സ്ഥലം യെസ്റ്റർഡേ ഹൈ ആണ്. ഈ ഒരു സോണിൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഒന്നുകിൽ അവിടുന്ന് തിരിച്ച് മുകളിലോട്ട് തന്നെ പോകും. മുകളിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു കൺസോൾട്ടേഷൻ ആയി പോകും. പക്ഷേ ഇവിടെ നോട്ട് സോണിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഫർദർ എങ്ങോട്ടാണോ പോകുന്നത് അത് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. നമുക്ക് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ദെൻ നോട്ട് സോണായിട്ട് CPR കംപ്ലീറ്റ് എൻ്റയർ CPR നമുക്ക് ഇതിനകത്ത് നോട്ട് സോണായിട്ട് ഡിഫൈൻ ചെയ്യാം. അതായത് 57,514 മുതൽ 276 വരെയുള്ള ഏകദേശം ഒരു 250 പോയിൻറ്റിൻ്റെ ഒരു സോൺ നമുക്ക് നോട്ട് സോണായിട്ട് ഡിഫൈൻ ചെയ്ത് വയ്ക്കേണ്ടി വരും. എന്തായാലും ഓപ്പണിങ് ഇന്ന് ഗ്യാപ്പ് അപ്പ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് മിഡ് ക്യാപ്പിൻ്റെ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് കഴിഞ്ഞ ദിവസം നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. സോ മിഡ് ക്യാപ്പിൻ്റെ ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ഡേ ഹൈയിൽ നിന്നും കുറേ മുകളിലായിരിക്കും. അതായത് 12,822 വരെയൊക്കെ ഇന്ന് ഡേ ഹൈ കയറി വന്നേക്കാം എന്നാണ് പറയുന്നത്. ഇനി മുകളിലോട്ടല്ല താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തേക്കാളും കുറേ മുകളിലായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 12,628 വരെയും മാർക്കറ്റ് ഇറങ്ങിപ്പോവാനും സാധ്യതയുണ്ട്. രണ്ടിലേതെങ്കിലും ഒന്ന് കിട്ടും, രണ്ടും കിട്ടില്ല. സോ ഇന്നലത്തേതും ഇന്നത്തേതും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒരു മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് തരും എന്നാണ് റാസ് ലെവൽസ് നമുക്ക് കാണിച്ചു തരുന്നത്. ദെൻ ഇന്ന് ഒരു വൈഡായിട്ടുള്ള CPR ആണ് കിട്ടിയിരിക്കുന്നത്. 729, 677, അതേപോലെ 624, അത്രയും വൈഡായിട്ടുള്ള ഒരു CPR ആണ് വന്നിരിക്കുന്നത്. ദെൻ നോട്ട് സോണായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 12,672-ൻ്റെയും 656-ൻ്റെ ഇടയിലുള്ള ഒരു 20-22 പോയിൻറ്റിൻ്റെ ഒരു സോണാണ് നമുക്ക് നോട്ട് സോണായിട്ട് കിട്ടിയിട്ടുള്ളത്. ഒരു നല്ലൊരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കുന്നത് യെസ്റ്റർഡേ ഹൈയിൽ തന്നെയാണ്. കാരണം അവിടെയാണ് R1 വന്നിട്ടുള്ളത്. റാസ് ലെവൽസിൻ്റെ R1 ഇവിടെയാണ് വന്നിട്ടുള്ളത്. സോ 12,729, 733 എന്ന ഈ ഒരു സോണിൽ മാർക്കറ്റിന് നല്ലൊരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കിട്ടും. എവിടെ ഓപ്പൺ ആവുന്നു എന്നതിനനുസരിച്ചാണ് അത് വരിക. സോ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇത്രയും ഹൈയിൽ 855-ലൊക്കെ പോയി ഓപ്പൺ ആവുകയാണെങ്കിൽ മാർക്കറ്റ് തിരിച്ച് നോട്ട് സോൺ, അതായത് സെൻട്രൽ CPR വരെയും ഇറങ്ങി വരാനുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ വിർജിൻ CPR ആയിരുന്നു. സോ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ താഴോട്ട് ഇറങ്ങി വന്നിട്ട് അതിൻ്റെ ആ ഒരു വിർജിൻ CPR എന്നുള്ളത് ബ്രേക്ക് ചെയ്തിട്ട് പോകും. ഓക്കെ, ദെൻ മറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ലൈവ് മാർക്കറ്റിൽ തന്നെ നോക്കി പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ അങ്ങനെ ഒരു കടുകട്ടി സപ്പോർട്ട് റെസിസ്റ്റൻസ് എവിടെയൊന്നും എനിക്ക് കാണുന്നില്ല. ദെൻ മിഡ് ക്യാപ്പിന് മറ്റൊരു പ്രത്യേകത ഉള്ളത് അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റിയിൽ പോകുന്ന ഒരു ഇൻഡെക്സാണ്. സോ അതും കൂടി നമ്മൾ മനസ്സിൽ ഓർത്ത് വയ്ക്കണം.
ദെൻ നമുക്ക് മറ്റ് അതായത് നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും നമ്മളെ മന്ത്ലി നോ ട്രേഡ് സോണിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ മൂവ്മെൻ്റാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത്. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് രണ്ട് രീതിയിലാണ് ഇനി മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇനി ഇവിടുന്ന് ഇതൊരു എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു എങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ മിനിഞ്ഞാന്ന് വന്നതുപോലെ ഒരു റെഡ് ക്യാൻഡിൽ താഴോട്ട് ഇറങ്ങിപ്പോകും. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തേതുള്ളത് ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാളും മുകളിലായിട്ട് ഇന്നൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഇതേപോലെ ഞാൻ വരക്കുന്ന റെഡ് ക്യാൻഡിലാണെങ്കിലും അവിടെ കളർ ഗ്രീൻ ക്യാൻഡിലായിട്ട് ഇന്ന് മുകളിലോട്ട് കയറി വരണം. അങ്ങനെയാണെങ്കിൽ പക്ക കൺഫേം ആക്കാം നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പൊങ്ങുകയാണ് എന്നുള്ളത്. ഓക്കെ, കാരണം ഇന്ന് ന്യൂസിൽ സെബിയുടെ ചെയർപേഴ്സണെ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മനഃപൂർവ്വം അത് ഒഴിവാക്കിയതാണ്, ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 4 കോടി രൂപയോളം അവർ ഇതിൻ്റെ അഡ്വൈസറി ബിസിനസ്സിൽ നിന്നും കൺസൾട്ടൻസി ബിസിനസ്സിൽ നിന്നും സെബിയുടെ ചെയർപേഴ്സണായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അവർ 4 കോടി രൂപയോളം അവർ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സെബിയുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും എതിരാണ്, വിരുദ്ധമാണ് എന്നൊക്കെയുള്ള രീതിയിൽ വലിയ രീതിയിൽ ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തിയതാണ്, എല്ലാവരും കൺഫ്യൂസ് ആവണ്ട എന്ന് കരുതിയിട്ട്. സോ നമുക്ക് സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സും ഇതേ രീതിയിൽ തന്നെ നോ ട്രേഡ് സോണിനെ മന്ത്ലി നോ ട്രേഡ് സോണിനെ കട്ട് ചെയ്ത് മുകളിൽ കയറി നിൽക്കുകയാണ്. മിഡ് ക്യാപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, മിഡ് ക്യാപ്പും അതിൻ്റെ ആ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായത് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ്. സോ അത് ഓൾറെഡി മാർക്കറ്റ് താഴെ പോയെങ്കിലും CPRൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറി മന്ത്ലി CPR എന്നാണ് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ഒരു കൺസോൾട്ടേഷനിലാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഇന്ന് ഒരു നല്ല ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടിയിട്ട് ഈ സ്വിങ് ഹൈ ഒന്ന്, അതായത് 50,800 ലെവൽ കട്ട് ചെയ്ത് മുകളിലോട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് 51,900 52,000 റേഞ്ചിലേക്ക് കയറി വരും എന്നതിൽ ഇന്നൊരു ദിവസം കൊണ്ടല്ല, ഒരു 3-4 ദിവസം കൊണ്ട് ആ രീതിയിലേക്ക് കയറി വരുന്നത്. പിന്നീട് ഇവിടെ മന്ത്ലി നോ ട്രേഡ് സോണാണ്, അവിടെ വെച്ചിട്ട് ചിലപ്പോൾ വീണ്ടും ഫർദർ റിജക്ഷൻ ഉണ്ടെങ്കിൽ താഴോട്ട് പോകും, അല്ലെങ്കിൽ കയറി വരും. എന്തായാലും ബാങ്ക് എക്സും അതേ രീതിയിലും ബാങ്ക് എക്സിൻ്റെ ഇന്ന് എക്സ്പയറി ആണ്. സ്വാഭാവികമായിട്ടും ഇന്ന് എവിടെയാണോ മാർക്കറ്റ് പോയി അവസാനിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ദെൻ മിഡ് ക്യാപ്പ് ഫിൻ നിഫ്റ്റിയിലാണെങ്കിലും ഫിൻ നിഫ്റ്റി ഒരു ലോവർ സൈഡിൽ അതിൻ്റെ ഈ ഒരു സ്വിങ് ഹൈ 23,200 ലെവൽ കട്ട് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ മാത്രമേ അത് ബുള്ളിഷ് ഹൈ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള രീതിയിൽ തന്നെ ഒരു കൺസോൾട്ടേഷനിൽ തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മാർക്കറ്റ് കുറേയൊക്കെ ന്യൂസിനെ ബേസ് ചെയ്തിട്ട് പരക്കം പായുകയാണ്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽസിനെ കണ്ണടച്ച് വിശ്വസിച്ച് കാത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ലോസ് ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക, ട്രെൻഡ് അനലൈസ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ നേരെ നിങ്ങളുടെ ട്രേഡുമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ അതുമായിട്ട് സിങ്ക് ആയി വരുന്നുണ്ടെങ്കിൽ ഇതും കൂടി ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ ഇത് വിട്ടുകളഞ്ഞേക്കാൻ നിങ്ങളുടേതായ അനാലിസിസിൽ മുന്നോട്ട് പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ട്രേഡേഴ്സ് അരീന എന്നുള്ള ടെലിഗ്രാം ഗ്രൂപ്പ് വഴി ആരൊക്കെയോ എൻ്റെ പേര് ഉപയോഗിച്ചിട്ട് ഫണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതിലവർ പറയുന്നത് എൻ്റെ പേര് തന്നെയാണ്, ഇന്നാളാണ് എന്നാണ്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ദയവായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു സ്കാമിൽ പോയി പെടരുത്. ഞാൻ ഒരാളോടും ഫണ്ട് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കില്ല. ഞാൻ നേരിട്ട് എനിക്ക് കാശ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരെ നിങ്ങളെ ഫോൺ വിളിച്ച് തന്നെ ചോദിക്കും. എൻ്റെ നമ്പർ 7909140135 എന്നതാണ്. സോ ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, സ്കാമിൽ പെടരുത്. ആരോ ഏതോ ഹിന്ദിക്കാരാണ് അതിനകത്ത്. അതേ മെസ്സേജിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തപ്പോൾ എന്നോടും പുള്ളി അങ്ങനെ പല കാര്യങ്ങളോട് പറഞ്ഞു. ഇന്ന് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത നാളത്തേക്ക് അത് 20,000 രൂപയാക്കി തരാം എന്നാണ്, 6 മണിക്കൂർ കൊണ്ട് വിഡ്രോവൽ തരാം എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അത് എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നാൽ മതി, ഞാനാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, ഇന്ത്യയുടെ ഹെഡാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. സോ അതിലൊന്നും ചെന്ന് പെടരുത്. ദയവായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും
പ്രത്യേകിച്ച് ഫണ്ട് ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കുക, നിങ്ങൾക്ക് രേഖാമൂലം കൃത്യമായിട്ട് സൈൻ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇടപാടുകൾ നടത്തുക. അതേപോലെ എൻ്റെ പേര് എവിടെയെങ്കിലും റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയാം 7909140135. ഞാനിത് എഴുതി കാണിക്കാത്തതിൻ്റെ കാര്യം, എഴുതി കാണിച്ചാൽ പോലും എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. സ്ക്രീനിൽ അവർക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ എഴുതിയത് മാറ്റിയിട്ട് വേറെ അവരുടെ നമ്പർ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസിൽ തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. 7909140135 എന്നുള്ളതാണ് എൻ്റെ പേര്. ഞാൻ അതിനെക്കുറിച്ച് ആ ഒരു ചാനലിനെ കുറിച്ചിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെറിയൊരു ക്ലിപ്പായിട്ട് ഇടാൻ പോകുന്നതൊന്ന് പരസ്പരം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അവയർനെസ് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ എന്തായാലും അങ്ങനെ ഒരു കാശോ കാര്യങ്ങളോ ആരോടും ചോദിക്കുന്നില്ല, ആരും കൊടുത്തതായി പറഞ്ഞിട്ടില്ല. പക്ഷെ പലരും മെസ്സേജ് കിട്ടുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ സംഭവം, ഇത് നിങ്ങളാണോ അയക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അവർക്ക് ആ ലാംഗ്വേജും കാര്യങ്ങളും, പിന്നെ പ്രത്യേകിച്ച് കാശ് ചോദിക്കുന്നത്, എൻ്റെ പേര് പറഞ്ഞ് കാശ് ചോദിക്കുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാരാണ് എന്നുള്ളത്. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത്. നല്ലൊരു ദിവസമായിരിക്കട്ടെ, നല്ലൊരു ആഴ്ചയായിരിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. നമുക്ക് വൈകുന്നേരം വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.